ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പ്രോൺസ് ടൊമാറ്റോ റൈസ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂറോളം മാറ്റിവെക്കുക. ഇനി നമുക്ക് വലിയൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്യാം. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ ദാ പ്രോൺസ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. പ്രോൺസ് അല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് ഒരു 3-4 കഷ്ണം പട്ട, പകുതി ബേ ലീഫ്, ഒരു 4-5 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് മതിയാവും. ഇനി ഒരു മിക്സർ ജാറിൽ ഒരു വലിയ സവാള, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 എണ്ണം, 4 കഷ്ണം പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകണ്ട, ഒരു ചെറിയ തരി പോലെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3/4 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ദാ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം 30 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടി 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത സവാളയും 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചോറ് ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഞാനിവിടെ 2 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട്, ഗ്രീനും യെല്ലോയും, അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ദാ ചോറൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാകും. എരിവൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.